ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മുഖം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യേശ്വരം. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതത്തില് ഒരു വളരെ പ്രശസ്തമായ ഭാഗമുണ്ട്. മഹാഭാരതത്തിന്റെ വനപർവത്തിൽ ധർമ്മബക ഉപാഖ്യാനം അഥവാ യക്ഷപ്രശ്നം എന്നറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അതായത് പാണ്ഡവർ വനത്തിൽ വസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ബ്രാഹ്മണന്റെ യജ്ഞം കടയുന്ന അരണി ഒരു മാൻപേട എടുത്തുകൊണ്ട് ഓടുന്നു. അപ്പോൾ അതിനെ പിന്തുടർന്ന് ഇവരെല്ലാവരും പോകുന്നു. അവർക്ക് ദാഹം തോന്നുമ്പോൾ ഓരോരുത്തരായിട്ട് ആദ്യം സഹദേവനും പിന്നെ നകുലനും പിന്നെ അർജുനനും ഭീമനും ഒരു തടാകത്തിലേക്ക് വെള്ളം കുടിച്ചിട്ട് വെള്ളം കൊണ്ടുവരാനായി പോകുന്നു. ഇവർ ഓരോരുത്തരും ആ തടാകത്തിൽ എത്തുമ്പോൾ അവിടെ നിന്നൊരു ശബ്ദം വരും. അതായത് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഈ ജലം നിങ്ങൾ കുടിക്കരുത് എന്ന്. പക്ഷേ ഇവർക്കെല്ലാവർക്കും ദാഹം അത്രയ്ക്ക് അധികമായിരുന്നത് കൊണ്ട് ഇവരാരും ആ അശരീരിയെ വകവയ്ക്കാതെ വെള്ളം കുടിക്കുകയും അങ്ങനെ എല്ലാവരും ഈ 4 പേരും അവിടെ മൂർച്ഛിച്ച് വീഴുകയും ചെയ്യുന്നു. അപ്പോൾ ഇവരെ 4 പേരെയും കാണാതായപ്പോഴാണ് യുധിഷ്ഠിര മഹാരാജാവ് നേരിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിനും ഈ അശരീരികൾക്കും, അതായത് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാനോ ഇത് കുടിക്കാനോ ശ്രമിക്കരുത് എന്ന്. അപ്പോഴാണ് യുധിഷ്ഠിര മഹാരാജാവ് ഈ യക്ഷൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ യക്ഷനും യുധിഷ്ഠിര മഹാരാജാവും തമ്മിൽ നടക്കുന്ന ഒരു സംവാദമാണ് ഈ യക്ഷപ്രശ്നം എന്നറിയപ്പെടുന്നത്. ഇത് മഹാഭാരതത്തിലെ വളരെ പ്രശസ്തമായ ഒരു ഭാഗമാണ്. കാരണം ഇതിനകത്ത് കുറെ തത്വചിന്തകളും ധർമ്മം അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏകദേശം ഈ യക്ഷപ്രശ്നം എന്ന് പറയുന്നതിനകത്ത് 50ഓളം ചോദ്യങ്ങൾ, 50ന് മുകളിൽ തന്നെ ചോദ്യങ്ങളും ഉപചോദ്യങ്ങളുമായിട്ട് വരുന്നുണ്ടെങ്കിലും വളരെ പ്രസിദ്ധമായിട്ടുള്ള കുറെ ചോദ്യങ്ങളുണ്ട്. അതിൽ ഒരു ചോദ്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് യക്ഷൻ യുധിഷ്ഠിരനോട് ചോദ്യം, രാജൻ കുലേന വൃത്തേന സ്വാധ്യായേന ശ്രുതേനവ ബ്രാഹ്മണ്യം കേന ഭവതി പ്രബ്രൂഹ്യേതത് സുനിശ്ചിതം. അതായത് യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിച്ചു, അല്ലയോ രാജാവേ, ഉത്കൃഷ്ടമായ ജന്മം അഥവാ കുലം, അല്ല സദാചാരം അഥവാ വൃത്തം, വേദപഠനം അഥവാ സ്വാധ്യായം, അല്ലെങ്കിൽ ശാസ്ത്ര പാണ്ഡിത്യം, ശ്രുതം, അതായത് കുലേന വൃത്തേന സ്വാധ്യായേന ശ്രുതേന, ഇവയിൽ ഏതാണ് ഒരുവന് യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യം അഥവാ ശ്രേഷ്ഠത നൽകുന്നത്? ഏതാണ്? ബ്രാഹ്മണ്യം കേന ഭവതി പ്രബ്രൂഹ്യേത സുനിശ്ചിതം. യക്ഷൻ പറയുകയാണ്, ഇതിന് വളരെ എന്താ പറയാ, സുനിശ്ചിതമായ ഒരു ഉത്തരം നിങ്ങൾ നൽകണം. എന്ന് വെച്ചാൽ ഈ ഉത്തരത്തിനകത്ത് ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അതായത് എന്താണ് ചോദ്യം? കുലമാണോ, വൃത്തിയാണോ, അതായത് സദാചാരമാണോ, വേദപഠനമാണോ, അല്ലെങ്കിൽ പാണ്ഡിത്യമാണോ, അതായത് ശ്രുതി കേട്ടുള്ള പാണ്ഡിത്യം, ഇതാണോ, ഇതേതാണ് ഒരുവന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരുവനെ ശ്രേഷ്ഠനാക്കുന്നത്? ഇതാണ് ചോദ്യം. യുധിഷ്ഠിരന്റെ ഉത്തരം പ്രകാരമായിരുന്നു, ശൃണു യക്ഷ കുലും താത ന സ്വാധ്യായോ ന ച ശ്രുതം കാരണം ദ്വിജത്വേ ച വൃത്തമേവ ന സംശയ. അതായത് അല്ലയോ യക്ഷ, കേട്ടാലും, ശൃണു യക്ഷ,
കുലം താത ന, കുലമല്ല. സ്വാധ്യായോ ന ച ശ്രുതം. അപ്പോ കുലമോ സ്വാധ്യായമോ അവന്റെ പാണ്ഡിത്യമോ അല്ല. ദ്വിജത്വത്തിന് കാരണമാകുന്നത് വൃത്തമേവ ന സംശയം. അതായത് ഒരുവന്റെ സദാചാരം തന്നെയാണ് അവന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയ്ക്ക് കാരണമാകുന്നത് എന്ന് യുധിഷ്ഠിര മഹാരാജാവ് പറയുകയാണ്. അതായത് എന്തെല്ലാം ഉണ്ടെങ്കിലും, ഇനിയിപ്പോൾ വലിയ കുലത്തിൽ ജനിച്ചു എന്നാണെങ്കിലും, അല്ല ഇനി ഇപ്പോൾ അവന് വലിയ പാണ്ഡിത്യമുണ്ട് എന്നിരുന്നാലും, അല്ല ഇനി അവന് സദാചാരമില്ല എന്നുണ്ടെങ്കിൽ, ഈ പറയുന്നതെല്ലാം യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഈ സദാചാരം എന്ന് പറയുന്നത് എത്രമാത്രം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും പഠിക്കുന്ന ഒരു കാര്യം. അപ്പോ എങ്ങനെയാണ് നമുക്ക് ഈ സദാചാരം ഉണ്ടാകുന്നത്? വെറുതെ സദാചാരം സദാചാരം എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. ഒന്നാമത്തെ കാര്യം, നമുക്ക് സദാചാരം എന്താണ് എന്ന് പോലും ശരിയായ രീതിയിൽ നമുക്ക് അറിയില്ലെന്നുള്ളതാണ് ഇതിനകത്തുള്ള വേറൊരു കാര്യം. എന്താണ് സദാചാരം അതുപോലും നമുക്ക് ശരിക്കറിയുകയില്ല. അപ്പോ സദാചാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ആചാരത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ വളരെ അകത്തും പുറത്തും ശുദ്ധതയോടുകൂടിയിരിക്കണം. ഇതിനെയാണ് സദാചാരം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കില്ല? അതായത് പുറമേ ശുദ്ധിയോടുകൂടി പെരുമാറിയാൽ മാത്രം പോരാ, അകമേ ശുദ്ധിയോടുകൂടി ഇരിക്കുകയും വേണം. വേറൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ, അകമേ ശുദ്ധിയോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ പെരുമാറ്റത്തിൽ പുറത്താണെങ്കിലും ആരോടാണെങ്കിലും അതേ ശുദ്ധിയോടുകൂടി പെരുമാറാൻ കഴിയും. അപ്പോ ഇങ്ങനെ ഒരു സദാചാരം നമ്മൾ പാലിക്കണം എന്നുണ്ടെങ്കിൽ, അതാണ് യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നത്, ഒരുവനെ ശ്രേഷ്ഠനാക്കുന്ന അവന്റെ സദാചാരമാണ്. അവൻ ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളതിൽ യാതൊരു കാര്യവുമില്ല. അവൻ എത്രയെല്ലാം പഠിച്ചു എന്നുള്ളതിൽ യാതൊരു കാര്യവുമില്ല. മറ്റ് എന്തുണ്ടെങ്കിലും നമുക്ക്, ഇനിയിപ്പോ അവൻ വലിയ വേദം പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവന് സദാചാരമില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടും പ്രയോജനമില്ല. നമ്മൾ അതിന് ഉദാഹരണമായിട്ട് കാണുന്ന അജാമളൻ എന്ന ബ്രാഹ്മണനെയാണ്. വേദപഠനം ഉണ്ടായിരുന്നു, കുലത്തിന്റെ മഹിമയുണ്ടായിരുന്നു, അല്ലെ? ശ്രുത, അതായത് അവന് പാണ്ഡിത്യവും ഉണ്ടായിരുന്നു, പക്ഷേ അവന് സദാചാരം ഉണ്ടായിരുന്നില്ല, അല്ലെ? സദാചാരം ആ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവനെ ഒരു നീച വ്യക്തിയായിട്ടാണ് എല്ലാവരും കണക്കാക്കിയത്. എന്തുകൊണ്ടാണ്? അവൻ സദാചാരിയല്ല, അവൻ ദുരാചാരിയായിരുന്നു. ഈ സദാചാരം വരണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ചിത്തം ശുദ്ധമായിരിക്കണം, നമ്മുടെ അവബോധം ശുദ്ധമായിരിക്കണം. വിഷ്ണുപുരാണത്തിൽ ഒരു ശ്ലോകം വരുന്നുണ്ട്, നാംനോസ്യ യാവതീ ശക്തി പാപനിർഹരണേ ഹരേ താവത് കർത്തും നശക്നോതി പാതകം പാതകീ നരഹ. അതായത് ഈ ശ്ലോകത്തിൽ പറയുന്നത്, ഭഗവാൻ ഹരിയുടെ ദിവ്യനാമം, അതിന് പാപത്തെ ദഹിപ്പിച്ചു കളയാനുള്ള ശക്തി എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ, താവത് കർത്തും നശക്നോതി പാതകം പാതകീ നരഹ. അതായത് അതിന്റെ ശക്തി എത്രയാണെന്ന് ചോദിച്ചാൽ, ഈ ദിവ്യനാമം പാപങ്ങളെ എത്രമാത്രം ദഹിപ്പിച്ചില്ലാതാക്കുമോ അത്രയും പാപം ചെയ്യാൻ ഒരു മനുഷ്യനും സാധിക്കിയിരുന്നു. അതായത് ദിവ്യനാമത്തിന്റെ ശക്തി എത്രയുണ്ടെന്ന് ചോദിച്ചാൽ, അത് പാപത്തെ ഇല്ലാതാക്കുന്നത്രയും പാപം ചെയ്യാൻ ഒരു മനുഷ്യനും കഴിയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഭഗവത് ദിവ്യനാമം നമ്മൾ ജപിക്കുന്നത് കൊണ്ടുള്ള ഒരു വലിയ വരം എന്താണെന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ ചിത്തത്തെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. ചിത്തം ശുദ്ധമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സദാചാരം മാത്രമേ പ്രവർത്തിക്കൂ. പക്ഷെ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ യക്ഷനോട് യുധിഷ്ഠിരൻ പറയുന്നത് പോലെ, സദാചാരമില്ലെങ്കിൽ അവന് കുലം, അല്ലെങ്കിൽ അവന്റെ വേദപഠനം, അല്ലെങ്കിൽ അവന്റെ പാണ്ഡിത്യം, ഇതെല്ലാം
നിഷ്പ്രയോജനമായി പോകും, യാതൊരു ഗുണവുമില്ലാതായി പോകും. എന്തുകൊണ്ടാണ്? കാരണം ഇപ്പോൾ ഒരുവൻ ഒരു ബ്രാഹ്മണ കുലത്തിലാണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ ഉദ്ദേശം, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ സദാചാരിയായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുവൻ വേദം പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ ഭഗവത്ഗീതയും ഭാഗവതവും പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മളെ ഒരു സദാചാരം പ്രവർത്തിക്കുന്ന, സദാചാരം അനുവർത്തിക്കുന്ന ഒരുവനാക്കി നമ്മളെ മാറ്റണം. ഇതാണ് അതിന്റെ ലക്ഷ്യം, അല്ലെ? പാണ്ഡിത്യം, ഇപ്പോ എത്രയോ ഗ്രന്ഥങ്ങൾ പഠിച്ചു, അതിലെല്ലാം വളരെ പണ്ഡിതനാണ്. ആര് ചോദിച്ചാലും എപ്പോൾ ചോദിച്ചാലും ഏതൊരു തർക്കത്തിനും ഏത് ശാസ്ത്രത്തിന്റെ ഭാഗത്തിൽ നിന്നും ഉദ്ധരിച്ച് ആ തർക്കത്തെ ഖണ്ഡിക്കാൻ കഴിയും. ഇതെല്ലാം വലിയ കഴിവുകളാണ്. പക്ഷേ ഇതൊന്നും സദാചാരത്തിന് പകരം വയ്ക്കാൻ പറ്റുന്നതല്ല. ഈ സദാചാരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചിത്തം ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ ചിത്തം ശുദ്ധീകരിക്കാൻ നമുക്ക് ഏറ്റവും നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും ലളിതമായ, ഏറ്റവും സുലഭമായ മാർഗം എന്ന് പറയുന്നത് ഈ ഭഗവാന്റെ ദിവ്യനാമ സ്മരണം, ഭഗവാന്റെ ദിവ്യനാമ ജപം. ഇനി അടുത്തതായിട്ട് ഈ ഭഗവാന്റെ ദിവ്യനാമ ജപം, ശ്രവണം, ഇത് രണ്ടും, അതായത് ജപം എന്ന് വെച്ചാൽ അത് ഒരേ സമയത്ത് ശ്രവണമാണ്, കീർത്തനമാണ്, ധ്യാനമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ നാമജപത്തിലൂടെ നമുക്ക് സാധിച്ചെടുക്കാവുന്നതാണ്. ഇതൊന്നുമേ സാധിക്കാതെയും നമുക്ക് നാമം ജപിക്കാം. പക്ഷെ ഈ നാമജപം ഒന്നുകൊണ്ട് മാത്രം, ഭഗവത് ദിവ്യനാമ ജപം ഒന്നുകൊണ്ട് മാത്രം അതിനെ നമ്മൾ തന്നെ ശ്രവിക്കുന്നതിലൂടെ നമ്മുടെ ശ്രവണം, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഉരുവിടുന്നത് കൊണ്ട് കീർത്തനം, ഈ ശ്രവണത്തിലും കീർത്തനത്തിലും നമ്മൾ പൂർണ്ണമായിട്ട്, ഇപ്പോൾ 1 മണിക്കൂർ നമ്മൾ എല്ലാവരും ചേർന്ന് ഈ നാമം ജപിക്കുമ്പോൾ നമ്മൾ ആ നാമത്തിനെയും ഭഗവാനെയും മാത്രമാണ് നമ്മുടെ ചിത്തത്തിൽ ധ്യാനിക്കുന്നത് എന്ന് വരികിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഈ ഭഗവാന്റെ നാമത്തിന്റെ രൂപത്തിലൂടെ നമ്മുടെ ചിത്തത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ്, അല്ലെ? അപ്പോ ഈ നാമം നമ്മുടെ കർണങ്ങളിലൂടെ, ചെവികളിലൂടെ പ്രവേശിച്ച് ഇതെന്ത് ചെയ്യണം? ഈ നാമത്തെ നമ്മൾ നമ്മുടെ ചിത്തത്തിലേക്ക് ഉൾക്കൊള്ളണം, നമ്മുടെ അവബോധത്തിലേക്ക് ഈ നാമത്തിനെ നമ്മൾ ഉൾക്കൊള്ളണം. ഇല്ലാതെ ഞാൻ എൻ്റെ നാവ് കൊണ്ട് ജപിക്കുന്നു, ഒരു ചെവി കൊണ്ട് അതിനെ കേൾക്കുന്നു, മറ്റൊരു ചെവിയിലൂടെ അത് പുറത്തേക്ക് പോകുന്നു. ഈ നാമം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നാമം ജപിച്ചതിനെ കുറിച്ചിട്ടോ ഭഗവാനെ കുറിച്ചിട്ടോ യാതൊരു ബോധവുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ചിത്തശുദ്ധിക്ക് വിഘാതമായി നിൽക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ട് അങ്ങനെ അല്ലാതെ നാമത്തെ നമ്മുടെ ചിത്തത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മൾ പരമാവധി പരിശ്രമിക്കണം. അപ്പോൾ അതിനാണ് ശ്രീല പ്രഭുപാദൻ, നമ്മുടെ ആചാര്യൻ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നാമം ജപിക്കുമ്പോൾ ചെയ്യേണ്ടത്, നമ്മൾ നാമം ജപിക്കുന്നത് നമുക്ക് തന്നെ കേൾക്കാവുന്ന രീതിയിൽ ആ നാമത്തെ ജപിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ജപിക്കുന്നത് നമ്മൾ കേൾക്കുമ്പോഴാണ് അത് നമ്മുടെ ചിത്തത്തിലേക്ക് പ്രവേശിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി. മാത്രമല്ല അത് തന്നെയാണ് നമ്മുടെ മനസ്സിനെ ജപത്തിന്റെ സമയത്ത്, നാമം ഉരുവിടുന്ന സമയത്ത് മനസ്സിനെ ഏകാഗ്രമാക്കുവാനും അതാണ് ഏറ്റവും സഹായകമാകുന്നതെന്ന് ശ്രീല പ്രഭുപാദൻ പറയുന്നു. അപ്പോൾ അങ്ങനെ നാമത്തെ നമ്മുടെ ചിത്തത്തെ ശുദ്ധീകരിക്കാൻ നമ്മൾ ക്ഷണിക്കണം. നാമം എന്ന് പറഞ്ഞാൽ ഭഗവാൻ സ്വയം ശ്രീകൃഷ്ണനാണ് ഭഗവാന്റെ നാമരൂപത്തിൽ അവതരിച്ചിരിക്കുന്ന കലിയുഗത്തിൽ. അപ്പോൾ ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ അന്തരമില്ല. നമ്മൾ ഈ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമത്തെ ഹരേ കൃഷ്ണ എന്നിങ്ങനെ ഉരുവിടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ട് നേരിട്ട് സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോധം നമുക്ക് 1% ഉണ്ടെങ്കിൽ വളരെ സ്വാഭാവികമായിട്ട് നമ്മുടെ നാമജപം എന്ന് പറയുന്നത് വളരെ വളരെ ശുദ്ധതയോടുകൂടിയും ഏകാഗ്രതയോടുകൂടിയും സംഭവിക്കും. അപ്പോൾ ഈ അവബോധം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ചര്യയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാകുന്നത്. അതിലൂടെ സദാചാരികളായി തീരുവാനായിട്ട്, അതായത് സദാചാരി എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും എല്ലാവരും കാണുക മാത്രമല്ല,
ആരും കാണാതിരിക്കുമ്പോഴും സദാചാരം അനുവർത്തിക്കാനായിട്ട്, അതാണ് യഥാർത്ഥ സദാചാരം എന്ന് പറയുന്നത്. അതായത് ആളുകൾ കാണുമ്പോൾ മാത്രം ഞാൻ വളരെ മാന്യനും അല്ലാത്ത സമയത്ത് ഞാനൊരു ദുഷ്ടനുമായിരിക്കുന്നത് ഒരു യഥാർത്ഥ സദാചാരിക്ക് ചേർന്നതല്ല. അതുകൊണ്ട് ഇതിനെല്ലാം നമുക്ക് നമ്മുടെ ഈ അനാവശ്യമായ പ്രവണതകളെയെല്ലാം ഇല്ലാതാക്കുവാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും ഈ നാമജപം തന്നെയാണ്. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞതുപോലെ സദാചാരമാകട്ടെ നമ്മുടെ മുഖമുദ്ര. അതിനു വേണ്ടിയിട്ട് നമുക്ക് നാമജപത്തിലൂടെ, നാമജപം പരിശീലിക്കുന്നതിലൂടെ ആ സദാചാരത്തെ നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഹരേ കൃഷ്ണ. ശീല പ്രഭുപാദ് കി ജയ്.